ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ ഫോർമുലകളുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സൈലം ക്ലാസ് 9 എന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഓരോ ഫോർമുലകളായിട്ട് പഠിക്കാം. അതിനു മുമ്പ് എൻ്റെ കയ്യിൽ ഒരു സ്ക്വയർ പ്രിസം ഉണ്ട്. അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ. ഒരു പ്രിസം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയല്ലേ വെക്കുന്നത്, ഈ വെക്കുന്നതാണ് ഇതിന്റെ ബേസ്. അതായത് ഈ സ്ക്വയറിന്റെ പ്രിസത്തിന്റെ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ബേസ് കാണാം. ബേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ഒരു ബേസ് മാത്രമാണ് ഉള്ളത്? അല്ല, രണ്ട് ബേസ് ഉണ്ട്. രണ്ട് ബേസ്. ഓക്കെ, രണ്ട് ബേസ് ഉണ്ടാകും. ഒരു പ്രിസത്തിന് രണ്ട് ബേസ് ഉണ്ടാകും, ഒരേപോലെയുള്ള. ഇപ്പൊ നമ്മൾ ഇത് കുത്തനെ വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഫ്ലോറും ഇതിന്റെ സീലിംഗും ആണ് മക്കളെ ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ബേസ് അഥവാ പാദം. ഓക്കെ, ബേസ് അഥവാ പാദം. ഓക്കെ, സ്ക്വയർ പ്രിസം, ഇതിന്റെ പാദം ഒരു സ്ക്വയർ അഥവാ സമചതുരമായതുകൊണ്ടാണ് അതിനെ സ്ക്വയർ പ്രിസം അഥവാ സമചതുര സ്തംഭം എന്ന് വിളിക്കുന്നത്. ഇനി ഈ രണ്ട് ബേസ് അല്ലാതെ 4 ഫേസുകൾ വേറെ ഇല്ലേ? അതാണ് അതിന്റെ ലാറ്ററൽ ഫേസസ്. എന്താ പറയാ? ലാറ്ററൽ ഫേസസ്. മനസ്സിലാക്കുക, ലാറ്ററൽ ഫേസസ്. അതിന് മലയാളത്തിൽ നമ്മൾ പറയും പാർശ്വമുഖം. പാർശ്വമുഖങ്ങൾ, പാർശ്വമുഖങ്ങൾ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പം നിങ്ങൾ ചില അക്ഷരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് പാദപരപ്പളവാണ്. എ എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് എന്താണ്? ബേസ് ഏരിയ, പാദത്തിന്റെ പരപ്പളവ്. ഓക്കെ, അതേപോലെ മക്കൾ മനസ്സിലാക്കുക. പി എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ബേസ് പെരിമീറ്റർ, അതായത് പാദ ചുറ്റളവ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. പി എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് പാദ ചുറ്റളവ്. ഓക്കെ ആണല്ലോ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഏരിയ, ബേസ് ഏരിയ കാണാൻ ബേസിന്റെ ഷേപ്പ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ബേസ് ഏരിയ കാണുക. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ സൈഡ് സ്മോൾ ലെറ്റർ എ ആണെങ്കിൽ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. എന്തുകൊണ്ടാ? സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ സൈഡ് എ ആണെങ്കിൽ ഏരിയ എ സ്ക്വയർ. ഓക്കെ ആണേ. അതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു മക്കളെ, ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലാറ്ററൽ ഫേസസ്, പാർശ്വമുഖം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് അല്ലെ, റെക്ടാംഗിൾസ്. ഈ റെക്ടാംഗിൾസ് എല്ലാം ലാറ്ററൽ ഫേസ് എന്തായിരിക്കും? റെക്ടാംഗിളുകളായിരിക്കും. നോക്ക്, ഇവിടെ സ്ക്വയറിന് 4 സൈഡല്ലേ, അപ്പൊ 4 ലാറ്ററൽ ഫേസസ് ഉണ്ട്, 4 എണ്ണം. അപ്പൊ ഈ ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. എന്താ ചെയ്യേണ്ടത്? പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇനി ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേര് എല്ലാവരും പഠിച്ചിരിക്കണം. പാർശ്വമുഖ പരപ്പളവ്. പാർശ്വമുഖ പരപ്പളവ്. അതിന് മറ്റൊരു രീതിയിലും പറയും പാർശ്വതല പരപ്പളവ് എന്നും പറയും. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ. അതേപോലെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ്. ഈ ഉപരിതല പരപ്പളവ് എങ്ങനെയാ കാണാന്നറിയോ? വളരെ ഈസിയാണ് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ. ചുമരിന്റെ പരപ്പളവിനോട് 2 ബേസ് ഉണ്ട്, ശരിയല്ലടാ? ഇതാണ് ഇതിന്റെ ചുമര്, ഇതിന് മുകളിലും ഇതിന് താഴെയും ബേസ് ഉണ്ട്. അപ്പോ 2 ബേസിന്റെ ഏരിയ കൂടെ കൂട്ടിയാൽ മതി. 2 എന്ന് പറഞ്ഞാൽ 2 പാദ പരപ്പളവ്. ഓക്കെ, ഏരിയനെ തന്നെയാണ് നമ്മൾ ബേസ് ഏരിയ BA. ഓക്കെ, സെറ്റ്. ഇനി ഇതിന്റെ വോളിയം അഥവാ വ്യാപ്തം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതിന്റെ വ്യാപ്തം കാണാൻ സിമ്പിൾ ആണ് മക്കളെ. ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ, ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാർശ്വമുഖ പരപ്പളവ് അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ. ഇത് 3 പഠിച്ചാൽ ഈ ചാപ്റ്റർ സെറ്റ് ആണ്.
ഈ 3 ഫോർമുലകൾ പഠിച്ചാൽ മതി. ഇനി ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സിലിണ്ടറിലേക്ക് വരുമ്പോ ലാറ്ററൽ സർഫസ് ഏരിയക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? അതിന് പകരം കേർവ്ഡ് സർഫസ് ഏരിയ, വക്രമുഖ പരപ്പളവ്. എന്തുകൊണ്ട്? കാരണം നോക്ക് നിങ്ങൾ, ഈ സർഫസ് എന്ന് പറയുന്നത്, ഈ പ്രതലം എന്താണ്? വളഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് വക്രതലം എന്ന് പറയുന്നത്, അഥവാ വക്രമുഖ പരപ്പളവ്. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിൽ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr അല്ലേ? സോ 2πr(h) എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. അതേപോലെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ അല്ലേ? അതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ശരിയല്ലേ? πr². അപ്പോ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നോക്കുക, കേർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ഓക്കെ ആണോ? അതായത് 2πr(h) കേർവ്ഡ് സർഫസ് ഏരിയ, അതിനോട് 2 ഇൻറ്റു ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു πr². ഓക്കെ ആണല്ലോ? ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, ബൈ ഹാർട്ട് പഠിക്കണ്ട. ഇനി വ്യാപ്തം കാണാൻ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? വ്യാപ്തത്തിനെയാണ് നമ്മൾ വി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. വി എന്ന് പറയുന്ന അക്ഷരം. അപ്പോ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എങ്ങനെ കാണുക? πr². ശരിയല്ലടാ? πr². അതിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ πr²h എന്നുള്ളതാണ് നമ്മളുടെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി നിങ്ങൾ ചിലർക്കെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഭാഗം ഈ ഹെക്സഗന്റെ വോളിയം കാണുന്ന കേസിലാണ്. ഹെക്സഗണൽ പ്രിസത്തിന്റെ വോളിയം ഇത് റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ എല്ലാ സൈഡും എ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ വോളിയം കാണാൻ നിങ്ങൾക്കറിയാം, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. ഇവിടെ ബേസ് ഏരിയ എന്ന് പറയുന്നത് മക്കളെ പഠിച്ചു വെച്ചോ, √3/4 ഇൻറ്റു a² ആണ് ഇതിലെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ √3/4 a² ആണ്. എന്നാൽ മക്കൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. ഇവിടെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകൾ ചേർന്നാണ് ഒരു റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം കിട്ടുന്നത്. 6 സമഭുജ ത്രികോണങ്ങൾ. അപ്പൊ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണ് നമ്മളുടെ ബേസ് ഏരിയ. ഇതിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ആ ഫോർമുല കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ? പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സമഭുജ ത്രികോണാണ്. അപ്പോ ബേസ് ഏരിയ എന്ന് പറയുന്നത് √3/4 a². അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം തരാം, അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഇതിന്റെ പാദമായിട്ടുള്ള സമഭുജ ത്രികോണത്തിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് വ്യാപ്തം അഥവാ വോളിയം എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നും ഉപകാരപ്പെട്ടെന്നും വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.